പിന്നെ ഓക്കെ CA ഇന്റർ ആൻഡ് ഫൈനൽ ക്ലിയർ ചെയ്യാൻ എത്ര മാർക്ക് വേണം എന്നുള്ളതാണ്. ഇന്റർ ഫൈനൽ ക്ലിയർ ചെയ്യാൻ മാർക്ക് എത്ര സ്കോർ ചെയ്യണം? ഇപ്പൊ എല്ലാത്തിലും ഇപ്പൊ ഫസ്റ്റ് ഫൗണ്ടേഷൻ തുടങ്ങുകയാണെങ്കിൽ ഫൗണ്ടേഷനിൽ നമുക്ക് 4 എക്സാം ആണുള്ളത്, 4 പേപ്പേഴ്സ് എക്സാം എഴുതാനുള്ളത്. ഓരോന്നിനും 100 മാർക്സിന്റെ എക്സാം ഉണ്ടാവുക. പാസ്സാവണമെങ്കിൽ ഒരു പേപ്പറിന് 40 വേണം. ഇൻ അഗ്രിഗേറ്റ് 50% വേണം. ദാറ്റ് മീൻസ് 40 into 4 160 ആവുള്ളൂ. 160ക്ക് നമുക്ക് പാസ്സാവില്ല, 200 ഉണ്ടെങ്കിലേ പാസ്സാവുള്ളൂ. അപ്പോൾ പേപ്പർ മിനിമം 40 ആണ്. ഇൻ അഗ്രിഗേറ്റ് 50% ആണ്. ഇന്റർലോ ആണെങ്കിലും ഇത് 2 ഗ്രൂപ്പ് ഉണ്ട് അവിടെ, ഗ്രൂപ്പ് 1 ഗ്രൂപ്പ് 2. ഇപ്പൊ ഗ്രൂപ്പ് 1 അക്കൗണ്ടിങ് ഉണ്ട്, ലോ ഉണ്ട്, ടാക്സേഷൻ ഉണ്ട്. ഈ 3 ഈ 3 കൂടെ ഒരു ഗ്രൂപ്പ്, ഒരു ഫൗണ്ടേഷൻ 4 കൂടെ ഒരു ഗ്രൂപ്പ് ഉള്ളതുപോലെ ഇവിടെ ഇതിനൊരു ഗ്രൂപ്പ് ആയിട്ട്. ചില കുട്ടികൾ 2 ഒരുമിച്ച് എഴുതും, ചില കുട്ടികൾ ഒരു ഗ്രൂപ്പ് മാത്രമേ എഴുതും. കാരണം ഈ ഓരോ ഗ്രൂപ്പിലെയും മിനിമം 40% വേണം ഓരോ പേപ്പറും. അഗ്രിഗേറ്റ് ഇതേപോലെ 50%. അപ്പൊ 300 മാർക്കാണല്ലോ, 3 പേപ്പർ ആകെ ഉണ്ടാവുക, 150 വേണം പാസ്സാവാൻ. ഓരോ പേപ്പറിനും 40 വേണം. അതേപോലെ സെക്കൻഡ് ഗ്രൂപ്പിനും. ഇനി 2 കൂടെ ഒരുമിച്ച് എഴുതുന്ന ആൾക്കാരുണ്ട്, കൂടുതൽ ആൾക്കാരും അങ്ങനെ എഴുതുന്നത് ബോത്ത് ഗ്രൂപ്പ്. അപ്പൊ 6 പേപ്പർ ഉണ്ടാവും. അപ്പൊ ഈ 6 പേപ്പർ ഓരോന്നിനും 40 വേണം. ഇൻ അഗ്രിഗേറ്റ് എത്ര? 300 മതി. 600-ൽ 300 മതി. അപ്പൊ അതിൽ ഫസ്റ്റ് ഇത്ര വേണം അങ്ങനെയൊന്നുമില്ല. 2 കൂടെ ഒരുമിച്ച് എഴുതുവാണെന്നുണ്ടെങ്കിൽ ഇപ്പോ 1-2 പേപ്പറിന് ഭയങ്കര ഹൈ മാർക്ക് ഉണ്ടെങ്കിൽ ബാക്കിയുള്ളതിനൊക്കെ 40 ക്രോസ് ചെയ്യണം. ദെൻ അപ്പോ ഇങ്ങനെ നമ്മൾ എഴുതുമ്പോൾ 2 ഗ്രൂപ്പ് ആണെങ്കിൽ മൊത്തം 600 നമ്മൾ ആലോചിക്കാം. 600 ആലോചിക്കുമ്പോൾ 300 എന്തായാലും വേണം. ഓരോ സബ്ജക്റ്റിനും 40 വേണം. ഇനി അത് തന്നെ നമ്മൾ 2 എഴുതി, ഒരു ഗ്രൂപ്പ് നമുക്ക് ക്ലിയർ ചെയ്യാൻ പറ്റി, 1-ൽ 40 താഴെ വന്നു. അങ്ങനെയാണ് ഈ ഗ്രൂപ്പിൽ മിനിമം മാർക്ക് ഉണ്ടായാൽ മതി. അങ്ങനെയാണ് അതിന്റെ ഒരു സെപ്പറേറ്റ് ആയിട്ട് അടുത്ത തവണ എഴുതുക എന്നുള്ളതാണ്. ഇത് തന്നെയാണ് ഫൈനലിനും സെയിം ആണ്. 2 ഗ്രൂപ്പ് 3 പേപ്പർ വെച്ചിട്ടാണ് ഉണ്ടാവുക എന്നുള്ളതാണ്.